കുറച്ച് വർഷങ്ങൾ മുമ്പ് ഏകദേശം ഒരു 50 വയസ്സുള്ള ഒരു സ്ത്രീ നമ്മുടെ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ അർദ്ധരാത്രി ബോധമില്ലാതെ വന്നു. അന്ന് എൻ്റെ കോൾ ഡ്യൂട്ടി ആയിരുന്നു. എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഒരു പേഷ്യൻ്റ് സ്ട്രോക്കായിട്ട് ബോധമില്ലാതെ 2 കൈയും കാലും അനക്കമില്ലാതെ ബോധമില്ലാതെ കൃഷ്ണമണിയൊന്നും ഇളകാത്തൊരവസ്ഥയുണ്ട്, വെന്റിലേഷൻ വേണ്ടി വന്നേക്കും, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചു. 3 മണിക്കൂർ വരെ മാത്രമേ അന്ന് നമ്മുടെ IV അലീക്കാള മരുന്ന് കൊടുക്കാൻ പറ്റൂ. ഈ പേഷ്യൻ്റ് വന്നപ്പോഴേ 8 മണിക്കൂറായിട്ടുണ്ട്. കുറച്ച് വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ക്ലോട്ട് എടുക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിലും അത് ഇന്നത്തെ മാതിരി ഒരു സർവ്വവ്യാപിയല്ല. അപ്പോൾ ഞാൻ ഈ പേഷ്യൻ്റെ സ്കോർ, അതായത് ഗ്ലാസ്കോ കോമ സ്കെയിൽ വളരെ കുറവ്, അതായത് തീരെ ബോധമില്ല, കൈയും കാലം അനങ്ങുന്നില്ല, ശ്വാസം തന്നെ കിട്ടുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അവർ ഞാൻ രാത്രി വീട്ടിൽ നിന്ന് ചെന്ന് അവർ ഇൻറ്റുബേറ്റ് ചെയ്ത് വെന്റിലേറ്റ് ചെയ്ത് സ്കാൻ എടുത്തപ്പോൾ ഒരു രക്തവല് ബ്ലോക്ക് ആയിട്ടുണ്ട്. ബെസിലർ ആർട്ടറി കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട്. ബെസിലർ ആർട്ടറി ഒക്ലൂഷൻ ആയിരുന്നു. അതിങ്ങനെ വരും, പെട്ടെന്ന് ഒരു തലവേദനയോ ഛർദിയോ തലയിട്ടിൽ വന്ന് ബോധമില്ലാതാവുന്ന അവസ്ഥയാണ് ബെസിലർ ആർട്ടറി ഒക്ലൂഷൻ. പിന്നെ അവർ സാധാരണഗതിയിൽ അവർ രക്ഷപ്പെടില്ല. ഇറ്റ് ഇസ് കോൾഡ് ജമ്പിങ് ഫ്രം ദി എയറോപ്ലെയിൻ വിത്തൗട്ട് പാരച്യൂട്ട്. പാരച്യൂട്ടില്ലാതെ ഫ്ലൈറ്റിൽ നിന്ന് എങ്ങനെ നമ്മൾ താഴെ ചാടി എന്താ സംഭവിക്കുക, അതുപോലൊരു അവസ്ഥയാണ് ഈ ബെസിലർ ആർട്ടറി ഒക്ലൂഷൻ. മരണം ഏകദേശം സുനിശ്ചിതമാണ്. അപ്പോൾ ടെസ്റ്റിൽ ഒരു ക്ലോട്ട് ഉള്ളവന് കണ്ടു. അപ്പോൾ ഞാൻ പേഷ്യൻറ്റിനെ അവരോട് കൂടുതൽ ആളോട് ഞാൻ പറഞ്ഞ്, നേരെ ഒരു ചാൻസ് ഉണ്ട്, നമുക്കത് നോക്കാം, പക്ഷെ ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഏതെല്ലാം അവർ സമ്മതിച്ച് കാത്ത് ലാബ് കൊണ്ടുപോയി ആ പേഷ്യൻ്റെ ക്ലോട്ട് വലിച്ചെടുത്ത് ദൈവാനുഗ്രഹത്താൽ ആ രോഗി പിറ്റേന്ന് മുതലിന് പഴയതുപോലെ ഒരു തരിമ്പ് പോലും അസുഖത്തിൻ്റെ ലാഞ്ചനയില്ലാതെ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവന്നു.